പ്രോൺ മാസ്റ്റുർബേഷനും അതിന്റെ ബാഡ് ഇഫക്റ്റുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണത്. എന്താണ് പ്രോൺ മാസ്റ്റുർബേഷൻ? നമ്മൾ കമയിന്ന് കിടന്ന് വളരെ ഹാർഡായിട്ടുള്ള സർഫസ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പില്ലോ, അതായത് തലയണയോ അതല്ലെങ്കിൽ നമ്മുടെ ബെഡിലേക്കൊക്കെ നമ്മുടെ പെനിസിനെ റബ്ബ് ചെയ്ത് നമുക്ക് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പ്രോൺ മാസ്റ്റുർബേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത് നമുക്കറിയാം, നമ്മളൊരു ഹാർഡായിട്ടുള്ള സർഫസിലേക്കാണ് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ വെയിറ്റും ഈ പറഞ്ഞ രീതി നമ്മുടെ പെനിസിലേക്ക്, ലിംഗത്തിലേക്ക് വരുവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായി മാറുകയും ആ ഹാബിറ്റ് കാരണം നമ്മൾ ഈ പെനിസിലെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് ഒരു വിവാഹം കഴിച്ച് അതിനുശേഷം വജൈനൽ സെക്സ് ചെയ്യുന്ന സമയത്ത്, വജൈന എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആണ്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു തരത്തിലൊരു സെൻസേഷനോ അല്ലെങ്കിൽ ഒരു പ്ലഷറോ ഒരു ഓർഗാസോ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മളെ പെനിസ് എന്ത് ചെയ്തു, ഹാർഡായിട്ടുള്ള സർഫസിലേക്ക് റബ്ബ് ചെയ്താൽ മാത്രമേ പ്ലഷർ കിട്ടുന്ന രീതിയിൽ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ സെക്സ് ഇഷ്ടപ്പെടാതെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് അത് വളരെയധികം ദോഷമായിട്ട് അഫക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ വ്യക്തികളിൽ നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഉദാഹരണ കുറവ്, ബലക്കുറവുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിർത്തേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് അത് വളരെ ദോഷമായിട്ട് അഫക്ട് ചെയ്യും.